സത്യജ്ഞാനത്തെ തെളിയിക്കുന്ന ധർമ്മവ്യവസ്ഥയെ ഋഷീശ്വരന്മാർ വിളിച്ച പേരാണ് രാഷ്ട്രം. നമ്മൾ പക്ഷേ രാഷ്ട്രത്തെ നേഷൻ എന്നാണ് വിവർത്തനം ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. നേഷൻ എന്ന ആംഗലേയ പദം ലാറ്റിനിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ജനനം എന്ന് മാത്രമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നോക്കിയാൽ നേഷൻ എന്നാൽ ഒരേ സ്ഥലത്ത് ജനിച്ച അല്ലെങ്കിൽ പൊതുവായ ഒരു കൂട്ടം ആൾക്കാരുടെ ജനന വ്യവസ്ഥ എന്ന് മാത്രമാണ് അർത്ഥം കൽപ്പിക്കാനാവുന്നത്. അവനവനിലെ സത്യത്തെ രഞ്ജിപ്പിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയുടെ സ്വരൂപമായ രാഷ്ട്രം എന്ന സങ്കല്പത്തെ യൂറോപ്യൻ്റെ സങ്കുചിത വംശീയ സങ്കല്പമായ നേഷൻ എന്ന തൊഴുത്തിൽ കൊണ്ട് കെട്ടുമ്പോൾ അമ്മ സരസ്വതിയുടെ വറ്റിപ്പോയ കൈചാലുകളിലൂടെ ഒരു ജനതയുടെ ധാർമ്മിക പാരമ്പര്യമാണ് ഭൂമിക്കടിയിലേക്ക് മറഞ്ഞു പോകുന്നത്. വേദങ്ങളിൽ അനേകമിടത്ത് രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എത്രയോ തവണ അത് ആവർത്തിച്ചിട്ടുമുണ്ട്. എന്നിട്ടും രാഷ്ട്രായ സ്വാഹ ഇദം ന മമ എന്ന് RSSൻ്റെ ദ്വിതീയ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞു തന്നത് ആവർത്തിക്കുന്ന നമ്മൾ പോലും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും നേഷൻ, നാഷണലിസം എന്നുള്ള വാക്കുകളിൽ കുരുക്കിയിടാൻ നിർബന്ധിതരാകുന്നു.